പി അൻവർ ഞാൻ ഒരിക്കലും താല്പര്യത്തോടെ കാണുന്ന ഒരാളല്ല. അദ്ദേഹം നിരവധി പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുകയും തൻ്റെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഹുങ്ക് പ്രയോഗിക്കുകയും ഞാനടക്കമുള്ള ആളുകളെ കായികമായും അല്ലാതെയും വലിയ തോതിൽ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഫേസ്ബുക്കിൽ എനിക്കെതിരായി നേരിട്ട് വന്ന് സ്വന്തം പേരിൽ ഇല്ലാവചനങ്ങൾ എഴുതാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് അൻവർ. അതുകൊണ്ട് അൻവറിന്റെ വാക്ക് ഒരു ഗംഭീരമായ കാര്യമായി കാണാൻ എനിക്ക് ചരിത്രപരമായി കഴിയില്ല. കാരണം അൻവർ എന്നെ പറ്റി പറഞ്ഞ നുണകൾ എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ അൻവറിനെ ഞാൻ അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ അൻവർ പുറത്തുവിട്ടിരിക്കുന്ന ഭൂതം അത് കുറച്ച് വലിയ ഭൂതം തന്നെയാണ്. അൻവറിന്റെ ആക്രമണത്തിന്റെ കുന്തമുന ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസാണ്, ആഭ്യന്തര വകുപ്പാണ്, ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP ആണ് അജിത് കുമാർ. അജിത് കുമാർ മാത്രമല്ല, മലപ്പുറം SP അദ്ദേഹത്തിന്റെ ആദ്യം മുതൽ തന്നെ ഒരു ശത്രുവായി കണ്ടു. പോലീസ് സമ്മേളനത്തിൽ മലപ്പുറം SP വേണ്ടത്ര ബഹുമാനിച്ചില്ല അൻവറിനെ എന്ന്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവിടെ ചെന്ന് കാണാൻ ചെന്നപ്പോൾ ബഹുമാനിച്ചില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ടായി. SP-ക്കെതിരെ ആഞ്ഞടിച്ചു ഇദ്ദേഹം. മാത്രമല്ല, പോലീസ് ക്വാർട്ടേഴ്സിൽ നിൽക്കുന്ന മരം മുറിച്ചതിനെതിരെ അൻവർ സത്യാഗ്രഹമിരുന്നു. എനിക്ക് ഏറ്റവും ചിരി വന്നൊരു കാര്യം അതാണ്. തന്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി നാശം വരുത്തിയ അൻവറാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ അനധികൃതമായി മരം മുറിച്ചു എന്ന് പറഞ്ഞ സത്യാഗ്രഹത്തിലിരുന്നത്. വളരെ വിചിത്രമാണ് കാര്യങ്ങൾ. ഏതായാലും നന്നായി. മരം മുറിച്ചതിന് ആരെ എതിർത്താലും ഞാൻ അതിന്റെ കൂടെ നിൽക്കട്ടെ. ഏതായാലും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അതിഗുരുതരമായ കാര്യമാണ്. ഒരു സംസ്ഥാനത്തെ നിയമസമാധാന ക്രമസമാധാന ചുമതലയുള്ള ADGP സ്വർണം കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ SP-യും ഒക്കെ ഉണ്ടായിരുന്നു, അതിന് ചുക്കാൻ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു ആരോപണമല്ല. കൊലപാതകം, ലോക്കപ്പ് മർദ്ദനം, ലോക്കപ്പ് കൊലപാതകം, ഇങ്ങനെ തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ഈ ADGP-ക്കെതിരെ അൻവർ പരസ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. ADGP അദ്ദേഹത്തിന്റെ കൂടെയുള്ള SP അടക്കം ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ പത്തനംതിട്ട SP-യുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം അദ്ദേഹം നമ്മുടെ മുമ്പിൽ, ചാനലുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മന്ത്രിമാരുടേതടക്കം നിരവധി ഫോണുകൾ ADGP ചോർത്തുന്നു എന്ന്. ഫോൺ ചോർത്തുന്നതിന് രാജ്യത്തൊരു കൃത്യമായ നിയമമുണ്ട്. ആരുടെയെങ്കിലും ഫോൺ ചോർത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുണ്ട് ടെലിഫോൺ ടാപ്പിങ്ങിനെ സംബന്ധിച്ച്. ആ വിധി നിൽക്കുന്നു, രാജ്യത്ത് നിയമം നിൽക്കുന്നു. എന്നിട്ടും മന്ത്രിമാരുടെ അടക്കം ഫോൺ ടാപ്പ് ചെയ്യുന്നു എന്നൊരാരോപണം വന്നാൽ അത് എന്താണ് രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഇതിലെ ചുമതല എന്താണ്? അവിടെയും നിർത്തുന്നില്ല അൻവർ. ഇതിനൊക്കെ പിൻബലം നൽകുന്നത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് എന്നാണ്. ശശി അൻവറിനെ പോലെ തന്നെ വളരെ വൃത്തികെട്ട ഒരു ഭൂതകാലമുള്ള ആളാണ്. അൻവറിന്റെ ഭൂതകാലം എന്ന് പറയാൻ പറ്റില്ല, അൻവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ ശശി അങ്ങനെയല്ല. സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടി തരം താഴ്ത്തി പുറത്താക്കിയ ആളാണ് P ശശി എന്നോർക്കുക. ഇന്നും കണ്ണൂരിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവുണ്ട്, CKP പത്മനാഭൻ. അദ്ദേഹം രോഗിയാണ്. ഈ അടുത്ത ദിവസം അദ്ദേഹം തുറന്ന് ഒരു അഭിമുഖത്തിൽ അത് പറഞ്ഞു, എന്നെ രോഗിയാക്കിയത് P ശശിയാണ്. കാരണം അദ്ദേഹത്തിന്റെ മകളോട് ചെയ്ത വളരെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാനത് എന്റെ വിശദാംശങ്ങൾ നമ്മൾ പോണില്ല. ഒരു DYFI നേതാവിന്റെ ഭാര്യയെ സംബന്ധിച്ചും DYFI നേതാവും ഇതേ പരാതി ഉന്നയിച്ചു. നിരവധി പരാതികൾ ശശിക്കെതിരെ വന്നു. പക്ഷേ ശശി പെട്ടെന്ന് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ വിശുദ്ധനായി വീണ്ടും രംഗത്ത് വന്നിരിക്കുക. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള ആളാണ്. കാരണം ഭരണത്തിന്റെ പരിപൂർണ നിയന്ത്രണം അവർക്കാണ്. പിണറായി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, പാർട്ടിക്ക് ഒരു നിയന്ത്രണവും ഈ ഭരണത്തിലില്ല എന്ന് തന്നെയാണ്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്ന കാലത്ത് അദ്ദേഹം പിണറായിയെ സഹായിച്ചുകൊണ്ട് പാർട്ടി ഞങ്ങളുടെ കൂടെയാണെന്ന് പറയുമെങ്കിലും സഖാവ് കോടിയേരിയുടെ മരണത്തിന് ശേഷം ഒരു നിയന്ത്രണവും പാർട്ടിക്കില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ എന്ത് ചർച്ച ചെയ്താലും, എന്ത് വന്നാലും, എന്ത് വിമർശനം വന്നാലൊന്നും ഭരണത്തെയോ മുഖ്യമന്ത്രിയെയോ ബാധിക്കുകയേയില്ല.
അതുപോലെ തന്നെ പാർട്ടി നിയോഗിച്ച ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. പൊളിറ്റിക്കൽ സെക്രട്ടറി വലിയ തോതിൽ ഇപ്പോൾ അച്യുതാനന്ദനൊക്കെ ഇരുന്ന കാലത്തും അതിനു മുമ്പ് സഖാവ് നായനാർ ഭരിച്ചിരുന്ന കാലത്തും പാർട്ടി സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ വലിയ തോതിലുള്ള ശക്തി കേന്ദ്രങ്ങളായിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടിയുടെ നോമിനിയാണ്. അപ്പൊ പാർട്ടിയുടെ താല്പര്യമാണ് കാണിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അജിത് കുമാറിന് എല്ലാ സഹായവും ചെയ്യുന്നത് എന്നാണ്. എന്ന് മാത്രവുമല്ല, രാഷ്ട്രീയമായ ഒരു ആരോപണമുണ്ട്. BJP-കാരനാണ്, BJP-ക്ക് വേണ്ടിയാണ് ഇയാൾ വിടുപണി ചെയ്യുന്നത് എന്നാണ് അൻവർ പറഞ്ഞത്. BJP-ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ADGP-യെ സംരക്ഷിക്കുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് അൻവർ ഒരു സംശയവുമില്ലാതെ പറഞ്ഞു. പിണറായി വിജയന് പോലും ഒരു നിയന്ത്രണവും അവിടെയില്ല. ഇത് ഭരണകക്ഷിയുടെ ഒരു MLA പറഞ്ഞാൽ ആ നിമിഷം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. കാരണം ഇത് നിയമസഭയിലാണ് പറഞ്ഞെങ്കിൽ, രേഖയായെങ്കിൽ അർത്ഥമെന്താ? ഭരണകക്ഷി MLA പറയുന്നു ആഭ്യന്തരമന്ത്രി ദയനീയ പരാജയം എന്നാണ്. മാത്രമല്ല, രാഷ്ട്രീയമായി BJP-യുമായുള്ള സഖ്യം, BJP-യുമായുള്ള അന്തർധാര, അത് EP ജയരാജൻ ഒരിക്കൽ തുടർന്നത് അതേപോലെ തന്നെ തുടരാൻ P ശശിക്ക് കഴിയുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അന്തർധാര വെളിവാകുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയാണ്. അതിന്റെ ഓരോന്നായി പുറത്തു വരികയാണ്. ഇപ്പൊ ചില കസ്റ്റഡി മരണ കേസുകളുമായി ബന്ധപ്പെട്ടും മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളോട് വളരെ മോശമായി പെരുമാറുകയും BJP RSSകാരോട് വളരെ സൗമനസ്യത്തോടെ പെരുമാറുകയും വലിയ സ്വീകരണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് അൻവറിന്റെ ആരോപണം. അൻവറിന്റെ ആരോപണം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ ബാധ്യത. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് മുഖ്യമന്ത്രി പോലീസ് സമ്മേളനത്തിൽ ഈ ആരോപണം കഴിഞ്ഞ ഉടനെ ഞാൻ ഇപ്പോഴും അന്വേഷിക്കും എന്നൊരു പ്രഖ്യാപനമാണ്. നമ്മളൊക്കെ ഞെട്ടിപ്പോയി. ആദ്യം ധരിച്ചത് മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടിയാണ് അൻവർ ഇത് ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് വഴികളുണ്ട്. കാരണം EP ജയരാജനെ പുറത്താക്കിയ MV ഗോവിന്ദൻ അടക്കമുള്ള കണ്ണൂരിലെ എതിർ ലോബി, അവരെ ഒന്നിരുത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഏറ്റവും ഒടുവിൽ മനസ്സിലായത് P ശശി മുഖ്യമന്ത്രിയും തമ്മിൽ എന്തോ അസ്വാരസ്യങ്ങളുണ്ട് എന്നൊക്കെയാണ്. കണ്ണൂരിൽ P ജയരാജൻ അടക്കമുള്ള ആളുകൾ ശക്തിപ്പെടുന്നു എന്നും ശശിയും മറ്റും അതിലേക്ക് കൂറുമാറുന്നു എന്നുമുള്ള ഒരു വാർത്തയും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇടയ്ക്കിടയ്ക്ക് കേട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ശശിയെ ഒന്നിരുത്താൻ അൻവർ എന്ന വാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുകയായിരുന്നു എന്ന ഒരു സംശയവും ചിലർക്കുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും വാള് സ്വന്തം കഴുത്തിന് നേരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകേണ്ടത്. ഇത്ര മോശപ്പെട്ട ഒരാൾ ലോ ആൻഡ് ഓർഡർ ADGP ആയി ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ ഇരിക്കുന്നു. അദ്ദേഹത്തെ ഉടനെ മാറ്റും, ശശിയെ ഇപ്പൊ മാറ്റും എന്നൊക്കെയാണ് ആദ്യം വന്ന വാർത്തകൾ. ഒന്നും ഉണ്ടായില്ല. ADGP അതേ സ്ഥാനത്ത് തുടരും. അദ്ദേഹത്തെക്കാളും അപ്പം മുകളിലുള്ള DGP-യും അല്ലെങ്കിൽ താഴെയുള്ള ചില ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ അന്വേഷിക്കും. ADGP ഒരു കൊട്ടാരം പണിയുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അറിയില്ല, ചില ചാനലുകളൊക്കെ അതിന്റെ പടവും കാര്യങ്ങളൊക്കെ ഇട്ടു. കൊട്ടാരം പണിയുന്നത് ഇത്തരത്തിൽ അവിഹിതമായി സമ്പാദിച്ച സ്വർണത്തിന്റെ പണത്തിലൂടെയാണ്, അഴിമതിയിലൂടെയാണെന്നും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇതെല്ലാം കേട്ട് അദ്ദേഹത്തിന് ഇരട്ട ചങ്കല്ല 3 ചങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ 2 ചങ്കും ഏതാണ്ട് ഓഫായ മാതിരിയാണ്. അപ്പൊ 3ാമത്തെ ചങ്കിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. കാരണം ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ അന്വേഷിക്കും എന്ന് പറയാൻ എന്ത് സാഹചര്യമാണുള്ളത്? വിചിത്രമായൊരു കാര്യം കൂടി നമ്മൾ ഓർക്കും. അൻവർ ആഭ്യന്തര വകുപ്പിനും ADGP-ക്കും ഈ P ശശിക്കുമെതിരായ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മളൊക്കെ ധരിക്കുക പതിവ് പോലെ ദേശാഭിമാനിയും കൈരളി ചാനലും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുമെന്നാണ്. പക്ഷേ നമ്മൾ കണ്ടത് PV അൻവറിന്റെ പത്രസമ്മേളനം ലൈവായി കൈരളിയിൽ കൊടുക്കുന്നതാണ്. വിശദാംശങ്ങൾ ദേശാഭിമാനിയിൽ വരുന്നതാണ്. അതിനർത്ഥം എന്താ? ദേശാഭിമാനി ഇപ്പോഴും പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുവെന്നാണോ, അതോ പിണറായി വിജയൻ പോകണമെന്ന് ദേശാഭിമാനി ആഗ്രഹിക്കുന്നുവെന്നാണോ? നമുക്കറിയില്ല. ഏതായാലും വല്ലാത്തൊരു കുരുക്കാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ കുരുക്ക് എങ്ങനെ മറികടക്കും? കേവലം ഇതിന്റെ ഒരു മറികടക്കലല്ലേ. ഇന്നിപ്പോ അൻവർ പോയി മുഖ്യമന്ത്രിയെ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, ചാനലുകൾ എഴുതിയത് വന്നു, കണ്ടു, കീഴടങ്ങി.
അൻവറൊക്കെ ഞാൻ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തിനാ പരസ്യമായി പത്രസമ്മേളനം നടത്തിയത്? ഇയാൾ പാർട്ടി MLA. ആ MLAക്ക് തന്റെ കക്ഷി നേതാവായ മുഖ്യമന്ത്രിയെ കണ്ട് പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളെ അൻവർ ഉപയോഗിച്ചു. അൻവർ അത് ഉപയോഗിക്കുക മാത്രമല്ല, അൻവറിന് പിന്തുണയുമായി ചില ആളുകൾ രംഗത്ത് വന്നിട്ടുമുണ്ട് എന്നറിയുക. ഒരാൾ KT ജലീലാണ്. KT ജലീൽ അൻവറിന്റെ ഏറ്റവും വലിയ വക്കീലായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ റസാഖ് കാരാട്ട് വന്നിട്ടുണ്ട്. ഈ 3 പേരുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. 3 പേരും പഴയ UDF-കാരാണ് എന്നതാണ് അതിൽ വിചിത്രമായ കാര്യം. ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ വന്ന ആളുകളാണ് അൻവറും റസാഖും ജലീലും. അത്തരത്തിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഇതിനുണ്ടോ നമുക്കറിയില്ല. എന്തായാലും ഒരു ചക്രവ്യൂഹത്തിലാണ് ഇപ്പോൾ സർക്കാർ പെട്ടിട്ടുള്ളത്, പാർട്ടി പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു വിഷയം വന്നാൽ മറ്റൊരു വിഷയം വരുന്നതോടുകൂടി അത് ഇല്ലാതാവും. ഇപ്പോ വയനാട് എന്താണ് സംഭവിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഹേമ കമ്മിറ്റി വന്നപ്പോൾ, ഹേമ കമ്മിറ്റി എന്താണെന്ന് ഇപ്പൊ അൻവർ വന്നപ്പോൾ മറന്നുപോയി. കാഫിർ എന്ന വിവാദം വലിയ കത്തി. ഇപ്പൊ കാഫിർ എവിടെ പോയി നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അൻവറും പോകും, അന്വേഷണവും പോകും, എല്ലാം നമ്മൾ മറന്നുപോകും. അൻവർ ഉയർത്തിയ ആരോപണം എന്തായാലും സമൂഹ മനസ്സിലുണ്ടാവും. അതിനെന്ത് പരിഹാരം മുഖ്യമന്ത്രി ചെയ്യുമെന്നത് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വലിയൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരുപക്ഷെ ഇത്രയ്ക്ക് മോശമായ തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു കാലമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 വർഷത്തിലേറെയാണ് ജയിലിൽ കിടന്നത്. ശിവശങ്കരൻ 1.5 വർഷം വെറുതെ കിടന്നതല്ലോ. ഇന്ത്യയിലെ കോടതികൾ അനുസരിച്ചല്ലേ അദ്ദേഹത്തെ അവിടെ കിടത്തിയത്. അവസാനവും ആരോഗ്യ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പുറത്തു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ആളാണ് എന്നാണ് കോടതിയുടെ നിഗമനം. ഏതായാലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉള്ള CN രവീന്ദ്രനെ പറ്റി വലിയ തോതിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. CM രവീന്ദ്രനും ശശിയും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും ഇത് മറികടക്കുക എളുപ്പമല്ല. ഇത് തൽക്കാലം ഒളിപ്പിച്ചു വച്ചാലും കാർപ്പറ്റിനടിയിലേക്ക് പോയാലും ഇത് ജനങ്ങളുടെ മനസ്സിൽ നിറച്ചുണ്ടാവും. ഇത് വലിയ തിരിച്ചടിയായി മാറും. അല്ലെങ്കിൽ വലിയ തിരുത്തലുകൾ പാർട്ടിക്ക് നടത്തേണ്ടി വരും, പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനങ്ങൾ വരുന്ന ഈ സാഹചര്യത്തിൽ.